വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് പരിപ്പ് കുതിർത്തിയെടുത്തിട്ടുണ്ട് വെള്ളത്തിലിട്ടിട്ട്. അധികം സമയമൊന്നും വേണ്ട, രാവിലെ ഇട്ടാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേനൊക്കെ അത് കുതിർന്ന് വന്നോളൂ. ഇതിനെ ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരക്കണ്ട, അങ്ങനെ ഒതുക്കി വന്നാൽ മതി. നന്നായി അരയണ്ട. മിക്സി ഒരൊറ്റയടിക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യരുത്. ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഓഫാക്കി ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. അങ്ങനെ തരിതരിപ്പായിട്ട് കിട്ടിയാൽ മതി. ഉണ്ടോ? ഇതുപോലെ നമുക്ക് എല്ലാം അരച്ചെടുക്കാം. പരിപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് ഇതുമാതിരി ഒന്ന് ഇതേപോലെ ഉരലിലിട്ട് ചതക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇത് ചതക്കിയതാണ്. കുറച്ച് ഒന്ന് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് മിക്സിയിലിട്ടൊക്കെയാണെങ്കിൽ അങ്ങനെ പൊടിഞ്ഞു പോകും. ഒരു നടുവൊന്നും നുറുങ്ങി കിട്ടിയാൽ മതി, അത്രേ വേണ്ടുള്ളൂ. പിന്നെ ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 2-3 വെളുത്തുള്ളി ഇങ്ങനെ തോടോടക്കനെ ചതക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ തോടുണ്ട് ഇതിൻ്റെ മേലെ. ഇങ്ങനെ മൊരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അന്നേരം. കുറച്ച് ജാസ്തി കറിവേപ്പില എടുത്തിട്ടുണ്ട്. പച്ചമുളക്, എരിവുള്ള പച്ചമുളകും എരിവില്ലാത്ത പച്ചമുളകും ഒക്കെ ഉണ്ടാവും, നോക്കിയിട്ടേ ഇടാവുള്ളൂ. ഇഞ്ചി കുറച്ച്, അതുപോലെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ലേശം കായം, കുറച്ച് കായപ്പൊടി, കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി ചേർത്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി കുഴച്ചെടുക്കണേ. ഈ ഉള്ളിയൊക്കെ അതിൽ ശരിക്കും അങ്ങ് നമ്മൾ കുഴക്കുമ്പോൾ ഇഞ്ചി, ഉള്ളി, പച്ചമുളക് എല്ലാം നന്നായി ചേർന്ന് വരണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഉണ്ടോ? ഇതുപോലെ ചേർത്തെടുക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിന് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയാൽ മതി. അത് കറിവേപ്പിലൊക്കെ കുറച്ച് ജാസ്തി കൂട്ടിയാൽ നല്ല ഉണ്ടാവേ. കണ്ടോ? ഈ രീതിയിൽ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഉരുളാക്കുക. ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ 2 കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. കണ്ടോ? കറിവേപ്പില ഒന്ന് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉണ്ടോ? ഇതുപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കി പരത്തിയെടുക്കുക കയ്യിൽ വെച്ചിട്ട്. ഇപ്പോൾ എല്ലാം കുഴച്ച് വെച്ച് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതാ ഈ രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടോ? നമുക്കിതിനെ ഓരോ ഉരുളെടുത്തിട്ട് കൈക്ക് കുറച്ച് ഓയിൽ പരട്ടി കൊടുക്കുക. ഉണ്ടോ? ഓയിലിലേക്ക് വെച്ച് കൊടുക്കുക. ചൂടായ ഓയിലിലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ
ഉം. ഒരു കണക്കിന് അരഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്ക് പൊരിക്കുമ്പോൾ പൊട്ടാണ്ട് കിട്ടും. തീരെ അരഞ്ഞിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോവും. കണ്ടോ? ഇത് മൊരിഞ്ഞ് വരട്ടെ. നമ്മൾ പരിപ്പ് വട അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നല്ല പരിപ്പ് വട കണ്ടോ? അരപ്പൊക്കെ കറക്റ്റാണ് പരിപ്പ് വടക്ക്, അല്ലെങ്കിൽ പരിപ്പ് വട പൊട്ടിപ്പോവും. എണ്ണയിലിടുമ്പോൾ കണ്ടോ? പൊട്ടിച്ച് നോക്കാം നമുക്ക്. കണ്ടോ? ഇതുപോലൊക്കെ ഒന്ന് പരിപ്പ് വട ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കണ്ടോ? അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.